ഒരിക്കൽ കൂടി ഭാഗം 7. നിങ്ങളുടെ മുതലാളി രോഹിത്തും ഈ നിൽക്കുന്ന രോഹൻ്റെയും പിന്നെ ഇപ്പം വരും എൻ്റെ ഏട്ടൻ സൂരജ് സത്യമൂർത്തി. ഈ മൂന്നാളുകളുടെ ഇടയിൽ ഈ പാവം ഞാൻ ഒറ്റപ്പെട്ടു പോകും. പ്ലീസ്, അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് കൂട്ട് ഈ ചേച്ചിയെ ഒരു ദിവസം വിട്ടുതരാമോ? സാക്ഷി ചോദിക്കുന്നത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. ഇന്നൊരു ദിവസം മതിയോ? നീ വേണമെങ്കിൽ ആ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. അങ്ങോട്ട് വന്നുകൊണ്ട് രോഹിത്ത് പറഞ്ഞു. രോഹിത്തിനെ കണ്ടതും എല്ലാ സ്റ്റാഫുകളും ബഹുമാനത്തോടെ നോക്കി. ദേവയും അയാളെ നോക്കി. എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൾ അങ്ങനെ പറയുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് വരുന്ന സൂരജിനെ രോഹിത്ത് കാണുന്നത്. ദാ വരുന്നു നിൻ്റെ ഏട്ടൻ. നീ ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ഏട്ടനോട് പറയാം, രോഹിത്ത് പറഞ്ഞു. എൻ്റെ പൊന്നു രോഹിത്തേട്ടാ, വേണ്ട, ഇപ്പോൾ തന്നെ അങ്ങേര് തിരിച്ചു പോകും. ഇന്നൊന്ന് ലീവ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഈ എറണാകുളം സിറ്റി മുഴുവനും കറങ്ങുന്നതും പ്രവർത്തിക്കുന്നതും അങ്ങേരുടെ തലയിലാണ് എന്ന പോലെയാണ് പുള്ളി പറയുന്നത് കേട്ട് എനിക്ക് തോന്നിയത്. ഒരു വിധത്തിലാണ് ഞാൻ ഇന്ന് പുള്ളിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. കൊളമാക്കരുത്, സാക്ഷി പതിയെ പറഞ്ഞു. അപ്പോഴേക്കും സൂരജ് അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. സൂരജിൻ്റെ നോട്ടം കൗണ്ടറിൽ നിൽക്കുന്ന ദേവയുടെ മുഖത്തായിരുന്നു. എത്ര നോക്കണ്ട എന്ന് വിചാരിച്ചാലും അവളുടെ ആ മുഖം തന്നെ വല്ലാതെ ആകർഷിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ നോക്കുന്നത് കണ്ടതും അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു. തിരിച്ച് അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ തുടങ്ങുകയല്ലേ? സൂരജ് വന്നതും സാക്ഷി ചോദിച്ചു. ലീന, കൗണ്ടറിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയേക്ക്. ദേവയാനിയെ ഇന്ന് ഫ്രീ ആക്കി കൊടുക്ക്, അല്ലെങ്കിൽ ഈ കാന്താരി ഈ കട പൊളിച്ച് പണിയും, രോഹിത്ത് പറഞ്ഞു. താങ്ക് യു ഏട്ടാ. അയ്യോ എൻ്റെ പൊന്നു മോളെ, നന്ദിയൊന്നും വേണ്ട. നീ എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി, രോഹിത്തും തിരിച്ചു പറഞ്ഞു. നിനക്ക് ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ, അതെങ്ങനെ പോയി എന്ന് കരുതിയാൽ മതി, രോഹിത്ത് രോഹൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇപ്പം തുടങ്ങിയാലേ ഇവളുടെ പർച്ചേസിങ് രാത്രിയാവുമ്പോഴേക്കും തീരൂ എന്ന് പറഞ്ഞ് രോഹിത്ത് മുന്നേ നടന്നു. ദേവയെ നോക്കിക്കൊണ്ട് സൂരജ് രോഹിത്തിൻ്റെ കൂടെ തന്നെ നടന്നു. ചേച്ചി വാ, സാക്ഷി വിളിച്ചതും ദേവ അടുത്ത ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന അനിയെ നോക്കി. അവൻ പോയിട്ട് വരാൻ പറഞ്ഞു. അവൾ ക്യാഷ് കൗണ്ടറിൽ നിന്നും ഇറങ്ങിയതും സാക്ഷി അവളുടെ കയ്യിൽ പിടിച്ചു. ആദ്യം ഏട്ടൻ്റെ ഡ്രസ്സ് എടുക്കാം, അത് കഴിഞ്ഞ് എൻ്റെ എടുക്കാം. എൻ്റെ എടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഏട്ടൻ്റെ എല്ലാം എടുത്തു കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സ് എടുക്കാൻ കുറച്ച് സമയം കൂടുതലെടുത്താലും കുഴപ്പമില്ലല്ലോ, സാക്ഷി പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ ദേവയുടെ കൈയും പിടിച്ചു നടന്നു. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളുടെ ഇടതുവശത്ത് നിന്ന് രോഹനും വലതുവശത്ത് ദേവയും അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. എല്ലാവരും ജെൻ സെക്ഷനിലേക്കാണ് പോയത്. രോഹനെയും രോഹിത്തിനെയും സൂരജിനെയും അറിയാവുന്നവർ അവരെ ബഹുമാനപൂർവ്വം നോക്കി. അവർ ഗോൾഡൻ കളർ ഷർട്ട് എടുക്കാൻ ആണ് ആദ്യം പോയത്. സൂരജിന് ഇഷ്ടപ്പെടുന്നതെല്ലാം നോക്കി. പിന്നീട് എത്ര റെഡിമെയ്ഡ് എടുത്താലും ശരിയാകില്ല എന്നും സ്റ്റിച്ച് ചെയ്ത് എടുക്കാമെന്നുള്ള തീരുമാനത്തിലും അവരെത്തി. അതായിരുന്നു സൂരജിൻ്റെയും താല്പര്യം. മെറ്റീരിയൽസ് എടുത്ത് അവരുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ തന്നെ കൊടുക്കാമെന്നും തീരുമാനിച്ചു. അതിനുശേഷം അവർ നല്ല കസവ് കരയുള്ള മനോഹരമായ മുണ്ടാണ് എടുത്തത്. അതെല്ലാം എടുക്കുമ്പോൾ സൂരജ് ഇടയ്ക്കിടെ ആരും അറിയാതെ ദേവയെയും നോക്കി. സ്റ്റാഫുകൾ എടുക്കുന്ന ഓരോ മുണ്ടുകളും നിവർത്തി കാണിക്കുമ്പോഴെല്ലാം അവൾ അതിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. ചില മുണ്ടുകളെല്ലാം നിവർത്തി കാണിക്കുമ്പോൾ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അടുത്തത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല വീതിയുള്ള ഗോൾഡൻ കരയുള്ള ഒരു മുണ്ടെടുത്തത്. അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രകാശം, അത് കണ്ടതോടുകൂടി അതവൾക്ക് ഇഷ്ടമായി എന്ന് അവന് മനസ്സിലായി. അത് മതിയെന്ന് തന്നെ സൂരജ് പറഞ്ഞു. എല്ലാവരും അത് സമ്മതിച്ചു. പിന്നീട് കുറച്ച് റെഡിമെയ്ഡ് ഷർട്ടുകളും മെറ്റീരിയൽസും എല്ലാം അവിടുന്ന് തന്നെ സെലക്ട് ചെയ്തു. ഓരോ പ്രാവശ്യവും സൂരജ് അറിയാതെ തന്നെ അവളോട് അവളുടെ ഇഷ്ടം ചോദിക്കുന്നത് പോലെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അതിനുള്ള മറുപടി അവളുടെ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്നും അവന് കിട്ടുന്നത് പോലെ അവന് തോന്നി. അതിനിടയ്ക്ക് രോഹനും രോഹിത്തിനും അച്ഛനുമുള്ളത് അവിടെ നിന്ന് തന്നെ എടുത്തു. അപ്പോഴേക്കും സമയം ഉച്ചയോടടുത്തിരുന്നു. എപ്പോഴും ഈ ഷോപ്പിലേക്ക് കയറിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത്. എന്തെങ്കിലും മാജിക് ഇവിടെ ഉണ്ടാവോ? സാക്ഷി പറയുന്നത് കേട്ട് രോഹിത് അവളെ നോക്കി. അതാണ് ഞങ്ങളുടെ കടയുടെ പ്രത്യേകത, അത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്, രോഹിത് വലിയ അഭിമാനത്തോടെ പറഞ്ഞു. ഓ, സമ്മതിച്ചു. അവൻ പറയുന്നതിന് അപ്പോൾ തന്നെ അവളും മറുപടി കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ രോഹനും സാക്ഷിയും തമ്മിലുള്ള ഇഷ്ടവും പ്രണയവും ദേവയാനിയോട് പറഞ്ഞിരുന്നു. അതെ, എനിക്ക് വിശക്കുന്നു,
സാക്ഷി പറഞ്ഞു. എല്ലാവരും അവളെ ഒന്ന് നോക്കി. സൂരജ് കയ്യിലേക്ക് നോക്കിയപ്പോഴാണ് സമയം 1:30 കഴിഞ്ഞെന്ന് മനസ്സിലായത്. ഇനിയും കുറിയുണ്ടോ എടുക്കാൻ? സൂരജ് ചോദിച്ചു. ഇപ്പോൾ ഏട്ടനും ഇവർക്കുള്ളതും മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്കും അമ്മയ്ക്കും പിന്നെ ദേ എൻ്റെ ഭാവി അമ്മായിമ്മയ്ക്കുള്ളതും കൂടി എടുക്കണം, സാക്ഷി പറഞ്ഞു. ഓ, ഇപ്പോഴേ അവൾ അമ്മായിമ്മയെ സോപ്പിടാൻ നോക്കുന്നത് കണ്ടോ? രോഹിത് അവളെ കളിയാക്കി. ദേ രോഹിത്തേട്ടാ, എനിക്ക് വിശന്നിരിക്കുന്ന സമയമാണേ. എന്നോട് എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലത് പറയേ. എനിക്ക് വിശക്കുന്നു, അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയ രോഹിത്, വാ, മുകളിലാണ് ഫുഡ് കോർട്ടുള്ളത്, അവിടെ പോയി കഴിക്കാം. എന്തായാലും രോഹിത്തേട്ടൻ്റെ ഈ ഐഡിയ എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ വരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കാൻ പോലും, എന്തിന് ഒരു ചായ കുടിക്കാൻ പോലും പുറത്തു പോകരുത് എന്നുള്ള ഉദ്ദേശത്തിലല്ലേ ഈ ഷോപ്പിൽ തന്നെ ഫുഡ് കോർട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതെ, എനിക്കറിയാമായിരുന്നു നിന്നെപ്പോലെയുള്ള കുറേ ഭ്രാന്തി അനിയത്തിമാർ ഇവിടെ വിവാഹം കഴിക്കാൻ പോകുന്ന സഹോദരന്മാർക്കുണ്ടാകുമെന്ന്. അതുകൊണ്ട് ഇത് എനിക്ക് ലാഭമായിരിക്കുമെന്നും എനിക്ക് അറിയാമായിരുന്നു. രോഹിത്തിൻ്റെയും സാക്ഷിയുടെയും സംസാരവും വഴക്കുകൂടലും എല്ലാം ദേവയിൽ ഒരു പുഞ്ചിരി വിരിയിച്ചുകൊണ്ടിരുന്നു. ദേവയുടെ ആ പുഞ്ചിരി അവളെ അറിയാതെ നോക്കിക്കൊണ്ടിരുന്ന സൂരജിലേക്കും എത്തുന്നുണ്ടായിരുന്നു. അത് സാർ, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ പോയി കഴിച്ചോളൂ, ഞാൻ കഴിച്ചിട്ട് വന്നോളാം, ദേവ പറഞ്ഞു. പ്ലീസ് ചേച്ചി, ഇന്ന് ഞങ്ങളുടെ ഒപ്പം കൂടാവോ പ്ലീസ്? സാക്ഷി ചോദിച്ചു. മോളെ, ഞാനും നീലിമയും അനിലും ഒരുമിച്ചാണ് കഴിക്കുന്നത്. അവർക്കുള്ള ഫുഡ് ഞാനാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ സാക്ഷി പറഞ്ഞു. ഒരു കാര്യം ചേച്ചി, അവരെയും വിളിക്ക്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാം, അതും ഒരു രസമായിരിക്കും. മുതലാളി തൻ്റെ സ്റ്റാഫുകൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും ഒന്ന് കാണട്ടേന്നേ. ഞങ്ങളുടെ രോഹിത്തേട്ടന് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ലാന്ന് 4 ആൾ കാണട്ടെ അല്ലേ? രോഹനെ സാക്ഷി സഹായത്തിന് എന്നതുപോലെ വിളിച്ചു. അവളുടെ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ തന്നെ അവനും അതിന് സമ്മതിച്ചു. ചേച്ചി, എല്ലാവരും ഞങ്ങളുടെ ഒപ്പം തന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, രോഹനും പറഞ്ഞു. ദേവ രോഹിത്തിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. പിന്നെ സൂരജിനെ ഒന്ന് നോക്കി. ആ നിമിഷം തന്നെയായിരുന്നു സൂരജും അവളുടെ മുഖത്തേക്ക് നോക്കിയത്. പെട്ടെന്ന് തന്നെ അവൻ മുഖം മാറ്റി. ദേവയാനി, താൻ ചെന്ന് അവരെയും കൂട്ടിക്കൊണ്ട് ഫുഡ് കോർട്ടിലേക്ക് വാ, ഞങ്ങൾ അവിടെ ഉണ്ടാകും, രോഹിത് പറഞ്ഞു. അതിന് അവൾ സമ്മതിച്ചുകൊണ്ട് അവരുടെ അടുത്തു നിന്ന് പോകാൻ പോയതും, ഞാനും വരാ ചേച്ചി, ചിലപ്പോൾ ചേച്ചി പിന്നെ തിരിച്ചു വരില്ല, അതും പറഞ്ഞ് സാക്ഷി ദേവയാനിയുടെ കയ്യിൽ പിടിച്ചു. അവർ നടന്നു പോകുന്നത് നോക്കി നിന്ന രോഹിത്, അവൾക്ക് ദേവയാനിയെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എല്ലാവരോടും പെട്ടെന്ന് അടുക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് അവൾ. എങ്കിലും എന്തുകൊണ്ടോ ദേവയാനിയോട് കുറച്ച് അടുപ്പ കൂടുതൽ തോന്നുന്നുണ്ടല്ലേ, രോഹിത് പറഞ്ഞു. അതെ ഏട്ടാ, എപ്പോഴും ആ ചേച്ചിയെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ. പക്ഷേ ഇന്ന് ആ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കും തോന്നിയിട്ടോ ഒരു പാവമാണെന്ന്. അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട്. അങ്ങനെ അവർ ഫുഡ് കോർട്ടിലേക്ക് ചെന്നു. അല്പസമയം കഴിഞ്ഞതും ദേവയും സാക്ഷിയും അനിലും നീലിമയും കൂടി നടന്നു വരുന്നത് കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ഇവർ 3 പേരും വരില്ലായിരുന്നു, സാക്ഷി പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്കിരുന്നു. ദേവയും നീലിമയും അനിലും അവിടെ തന്നെ നിന്നു. സർ, ഞങ്ങൾ ഈ ടേബിളിൽ ഇരുന്നോളാം, അനിൽ പറഞ്ഞു. അതെന്താ, ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, രോഹൻ ചോദിച്ചു. ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്, അനിൽ പറഞ്ഞു. അതിനെന്താ, ഞങ്ങൾ ഓർഡർ ചെയ്തോളാം, നിങ്ങളിവിടെ ഇരുന്നോ, എല്ലാവർക്കും വേണ്ടി ഇരിക്കാനാണ് ഞങ്ങൾ ഈ ടേബിൾ തന്നെ ചൂസ് ചെയ്തത്, രോഹൻ പറഞ്ഞപ്പോൾ പിന്നെ മറുത്തൊന്നും പറയാതെ അവർ ഇരുന്നു. ദേവയുടെ നേരെയായിട്ടാണ് സൂരജ് ഇരുന്നത്. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്നു. അവർ ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുവന്ന് വെച്ചു. ദേവയ്ക്ക് എന്തോ ആ ഭക്ഷണം തുറക്കാൻ വല്ലാത്തൊരു നാണം തോന്നി. എന്താ നിങ്ങൾ കഴിക്കാത്തേ? ഭക്ഷണം എടുത്തുകൊണ്ട് രോഹിത് പറഞ്ഞപ്പോൾ നീലിമ അവളുടെ കയ്യിലുണ്ടായിരുന്ന കവർ തുറന്നു. അതിൽ 3 പൊതികളുണ്ടായിരുന്നു. പിന്നെ വേറെ 2 പാത്രങ്ങളും 2 പൊതിയും ഉണ്ടായിരുന്നു. ആഹാ, പൊതിച്ചോറാണോ? അവരുടെ പൊതി തുറക്കുന്നത് കണ്ടതും സാക്ഷി ചോദിച്ചു. പൊതി തുറന്നതും അവിടെ മാകെ കൊതിപ്പിക്കുന്ന ഒരു മണം പരന്നു. ചേച്ചി, നല്ല മണം, സാക്ഷി പറഞ്ഞു. അവൾ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. ചേച്ചി, ഈ പൊതിച്ചോറ് എനിക്ക് തരുമോ? ചേച്ചി എൻ്റെ ഫുഡ് കഴിച്ചോ? ഞാൻ ഒരുപാട് നാളെ പൊതിച്ചോറ് കഴിച്ചിട്ട്. ഒരുപാട് നാളായി എന്നല്ല, പൊതിച്ചോറ് കഴിച്ചിട്ടേയില്ല.
കൂട്ടുകാരെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും കഴിക്കാൻ ഇതുവരെ ഭാഗ്യം കിട്ടിയിട്ടില്ല. സാക്ഷി പറഞ്ഞു. അത് കേട്ട് ദേവയാനിക്ക് എന്തോ പോലെ തോന്നി. അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നീലുവിനെയും അനിലിനെയും നോക്കി. മോളെടുത്തോ, അതും പറഞ്ഞ് അവൾ തുറന്നു വെച്ച പൊതിച്ചോറ് സാക്ഷിക്ക് അടുത്തേക്ക് നീക്കി വെച്ചു. എന്നാ എനിക്കും വേണം, പെട്ടെന്ന് രോഹൻ പറഞ്ഞു. ഇവർ നമ്മളെ നാണം കെടുത്തും, രോഹിത് തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നമ്മളൊന്നും ഇവർക്ക് വാങ്ങിക്കൊടുക്കാത്തത് പോലെയാണല്ലോ സൂരജ് ഇവരുടെ കാണിക്കൽ കണ്ടാൽ. അനിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതിച്ചോറ് രോഹൻ്റെ അടുത്തേക്ക് കൊടുത്തു. രോഹൻ അവൻ ഓർഡർ ചെയ്ത ഫുഡ് അനിലിൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ആ പൊതിച്ചോറ് അവൻ്റെ അടുത്ത് എത്തിയതും ഉമിനീർ ഇറക്കിക്കൊണ്ട് താങ്ക് യു ഏട്ടാ, രോഹൻ പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ മാത്രമായിട്ട് പൊതിച്ചോറ് കഴിക്കണ്ട, അത് ഞങ്ങൾ കഴിച്ചോളാം, അതും പറഞ്ഞ് നീലുവിൻ്റെ അടുത്തുണ്ടായിരുന്ന പൊതിച്ചോറ് രോഹിത്തും വാങ്ങി. ഇത് ഞാൻ ഓർഡർ ചെയ്ത ഫുഡാണ്, താൻ കഴിച്ചോ എന്ന് പറഞ്ഞ് നീലിമയ്ക്ക് നേരെ കൊടുത്തു. ഇതെല്ലാം കണ്ട് നീലിമയും അനിലും ദേവയും അന്തം വിട്ടിരിക്കുകയായിരുന്നു. പൊതിച്ചോറിന് ഇത്രയും ഡിമാൻഡോ? നീലിമ പറഞ്ഞു. നിങ്ങൾ സ്ഥിരം കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാത്തതാണ്. ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലേ ഏട്ടാ, രോഹൻ പറഞ്ഞു. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ അമ്മ തന്നുവിടും, അപ്പോഴാണ് ഈ പൊതിച്ചോറ് കഴിക്കുന്നത്, രോഹൻ പറഞ്ഞുകൊണ്ട് പൊതിച്ചോറ് നിവർത്തി. അനിൽ അവരുടെ പൊതിച്ചോറ് കൂടെയുണ്ടായിരുന്ന 2 പാത്രങ്ങളും തുറന്നു. അതിൻ്റെ കൂടെയുണ്ടായിരുന്ന 2 പൊതികളും തുറന്നു വെച്ചു. പൊതിച്ചോറിൽ തോരനും പിന്നെ ഉള്ളി മുപ്പിച്ചതുപോലെ ഉണ്ടാക്കിയ ഒരു ചമ്മന്തിയും അതിനടുത്ത് മീൻ വറുത്തതും അച്ചാറും മാത്രമാണ് ഉണ്ടായിരുന്നത്. ചൂട് ചോറിലേക്ക് ചെറിയ ഉള്ളി മൂപ്പിച്ച ആ ചമ്മന്തിയിട്ട് മീൻ വറുത്തതും വച്ച് മൂടി വച്ചതിൻ്റെ മണമാണ് പൊതിച്ചോറ് തുറന്നപ്പോൾ ഉണ്ടായതെന്ന് അവർക്ക് മനസ്സിലായി. സാക്ഷി മുന്നിലിരിക്കുന്ന ആ പാത്രത്തിലേക്ക് നോക്കി. ഒന്നിൽ മീൻകറിയും മറ്റൊന്നിൽ മോരുകറിയുമാണ്. പിന്നെ 2 പൊതികളിലേക്ക് നോക്കി. ഒരു പൊതിയിൽ വാഴയിലയിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന കക്കയിറച്ചിയും തേങ്ങാക്കൊത്തും ചേർത്ത ഫ്രൈ ആണ്. അത് വാഴയില തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം വളരെ കൊതിപ്പിക്കുന്നതായിരുന്നു. മറ്റേ പൊതിയിൽ നീലുവിൻ്റെ അമ്മ എടുത്തു വെച്ച പള്ളത്തി ഫ്രൈ ആയിരുന്നു. ചേച്ചി, നിങ്ങളുടെ 3 വീടുകളിൽ നിന്നുള്ള കറികളാണോ ഇതെല്ലാം? സാക്ഷി അമ്പരപ്പോടെ ചോദിച്ചു. അല്ല മോളെ, പൊതിച്ചോറും ഈ കക്ക ഫ്രൈയും ഈ മീൻകറിയും ദേവ ഉണ്ടാക്കിയതാണ്. ഈ മോരുകറിയും ഈ ഫിഷ് ഫ്രൈയും എൻ്റെ അമ്മ എടുത്തു വെച്ചതാണ്, നീലിമ പറഞ്ഞു. സാക്ഷിയും രോഹനും ഓരോ ഉരുള ചോറും ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് ദേവയുടെ മനസ്സ് നിറഞ്ഞു. സൂരജ്, നമുക്ക് 2 പേർക്കും ഇതിൽ നിന്ന് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞ് രോഹിത് അവൻ്റെ മുന്നിലുള്ള പൊതിച്ചോറ് സൂരജിന് കൂടി എടുക്കാൻ പാകത്തിന് നീക്കിവെച്ചു. രോഹിത്തും സൂരജും സ്പൂൺ കൊണ്ടാണ് കഴിച്ചത്. എന്നാൽ സാക്ഷിയും രോഹനും കരിമ്പീൻ കാട്ടിൽ ആന കയറിയതുപോലെ കൈകൊണ്ട് വാരി വലിച്ച് കഴിക്കുന്നത് കണ്ട് അമ്പരപ്പോടെ അനിലും നീലുവും ദേവയും ഇരുന്നു. അവർ ഓർഡർ ചെയ്ത് വെച്ച ഫുഡ് കഴിക്കാൻ എന്തോ അവർക്ക് തോന്നിയില്ല. എന്നും ദേവയുടെ പൊതിച്ചോറ് കഴിച്ചാണ് ഇപ്പോൾ ശീലം. അവർ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് റൈസും മറ്റും മനസ്സില്ലാ മനസ്സോടെയാണ് അവർ കഴിച്ചത്. എന്നാൽ അവർ 4 പേരും പൊതിച്ചോറ് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് അവരുടെ 3 പേരുടെയും മനസ്സ് നിറഞ്ഞു. ഓരോ കറികളും എടുത്ത് കഴിക്കുമ്പോൾ സൂരജിൻ്റെ കണ്ണുകൾ വിടരുന്നുണ്ടായിരുന്നു. അത്രയും രുചിയുണ്ടായിരുന്നു ആ ഭക്ഷണത്തിന്. ഓരോ ഉരുള ചോറെടുത്ത് കഴിക്കുമ്പോഴും സാക്ഷിയും രോഹനും ദേവയെ പുകഴ്ത്തിക്കൊണ്ടാണ് കഴിക്കുന്നത്. അവസാനം മീൻകറിക്കും കക്ക ഫ്രൈക്കും രോഹിത്തും സാക്ഷിയും അടിവരയായി അവിടെ. നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ദേവ അതിരുന്ന് കണ്ടത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ദേവയോടും ഭക്ഷണം നന്നായി എന്ന് എല്ലാവരും പറഞ്ഞു. ഇത്രയും നല്ല ഭക്ഷണം അവർ ഈ ഇടയ്ക്കൊന്നും കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ചേച്ചിയെ കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ അമ്മയ്ക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറയണം. സാക്ഷി പറയുന്നത് കേട്ട് സൂരജ് അവളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു. നീ അവളെ നോക്കി പേടിപ്പിക്കേണ്ട, എൻ്റെ അമ്മയ്ക്കും ഇങ്ങനെയൊന്നും വയ്ക്കാൻ അറിയില്ല, രോഹിത് പറഞ്ഞു. ഇനി എനിക്കുള്ള പ്രതീക്ഷ എൻ്റെ അനിയത്തിക്കൊച്ചിലാണ്. ഇവളെ ഇവൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ. അത് കേട്ട് രോഹൻ പൊട്ടിച്ചിരിച്ചു. എന്താടാ, എന്തിനാ നീ ചിരിക്കുന്നത്? രോഹിത് ചോദിച്ചു. ചായ വയ്ക്കാൻ പോലും അറിയാത്ത ഇവള് നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കി തരുമെന്നല്ലേ? അതൊക്കെ ആ സമയമാകുമ്പോഴേക്കും എൻ്റെ കൊച്ചു പഠിച്ചോളും, അല്ലേടി സാക്ഷിക്കുട്ടി? രോഹിത് ചോദിച്ചു. നീ എന്നെ കളിയാക്കണ്ട. ഇന്ന് മുതൽ ഈ ഭക്ഷണം കഴിച്ചത് മുതൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ കുക്കിംഗ് പഠിക്കാൻ പോവുകയാണ്. അതും ദേവ ചേച്ചിയിൽ നിന്ന് തന്നെ. ചേച്ചി എന്നെ പഠിപ്പിക്കുമോ? ഫോണിലൂടെ പറഞ്ഞു തന്നാൽ മതി, റെസിപ്പിയെല്ലാം ഇട്ട് തന്നാൽ മതി.
എങ്ങനെയാ ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞാൽ ഞാൻ പഠിച്ചോളാം. ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്ത് ഇവരെയെല്ലാം ഞെട്ടിക്കണം, സാക്ഷി പറഞ്ഞു. അതിന് ദേവ ചെറുതായി ഒന്ന് തലയാട്ടി. പിന്നെ രോഹിത് സാറേ, സാറിന് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ സാറ് പെണ്ണ് കെട്ടിക്കോ. അല്ലാതെ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എൻ്റെ കെട്ടിയോനുണ്ടാക്കി കൊടുക്കാനാ, അല്ലേ രോഹൻ? പിന്നെ അത്ര നിർബന്ധമാണ് രുചിയുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ ദേ ഈ ചേച്ചിനെ കെട്ടിക്കോ. ഈ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന മോരുകറിയും മീൻ വറുത്തതും എല്ലാം അടിപൊളിയായിരുന്നു. ഈ ചേച്ചിയും ദേവചേച്ചിയെ പോലെ നന്നായി ഭക്ഷണം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഓഫർ തന്നതാണ്, വേണമെങ്കിൽ സ്വീകരിക്കാം, സാക്ഷി പറഞ്ഞു. പെട്ടെന്നുള്ള സാക്ഷിയുടെ പറച്ചിൽ കേട്ട് നീലിമ വല്ലാതെയായി. അവൾ മാത്രമല്ല, രോഹിത്തും. അവരുടെ അവസ്ഥ മനസ്സിലായതുപോലെ രോഹൻ അതിലിടപെട്ടു. മതി മതി, വാ, ഇപ്പോഴെങ്കിലും ഇവളുടെ ഡ്രസ്സ് നോക്കി തുടങ്ങിയാലാ ഷോപ്പ് ക്ലോസ് ചെയ്യുമ്പോഴേക്കും അവൾ ഒന്നെടുക്കൂ, രോഹൻ പറഞ്ഞു. സർ, ഞങ്ങൾ പൊയ്ക്കോട്ടെ, അനിൽ ചോദിച്ചു. ശരി, നിങ്ങൾ പൊയ്ക്കോ, രോഹിത് പറഞ്ഞു. നീലിമ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. എങ്കിലും രോഹിത്തിനെ നോക്കാൻ അവൾക്കെന്തോ ഒരു ചമ്മൽ പോലെ തോന്നി. അവൾ അനിയുടെ കൂടെ തന്നെ വേഗം അവിടെ നിന്നും പോയി. ഈ സമയം അത്രയും ഇടയ്ക്കിടെ സൂരജ് ദേവയെ നോക്കുന്നുണ്ടായിരുന്നു. എത്ര നോക്കണ്ട എന്ന് വിചാരിച്ചിട്ടും അവൻ്റെ കണ്ണുകൾ അവനെ ചതിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവർ സാക്ഷിക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോയത്. ഓരോ ഡ്രസ്സ് അവളുടെ മുന്നിൽ വരുമ്പോഴും അവളുടെ മുഖം തെളിയാത്തത് ദേവ ശ്രദ്ധിച്ചു. മോളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ദേവ ചോദിച്ചു. അവൾ ഉണ്ടെന്ന് തലയാട്ടി. രോഹൻ അവളുടെ തലക്കിട്ട് ഒരു കൊട്ടു കൊടുത്തു. എടി, അങ്ങനെ ഒരു ഐഡിയ നിൻ്റെ മനസ്സിലുണ്ടായിട്ടാണോ നീ മിണ്ടാതിരുന്നത്? ഇത്രയും ഡ്രസ്സ് ഇവിടെ വലിച്ചു വാരിയിട്ടത് നിനക്ക് ആ മോഡലോ അല്ലെങ്കിൽ നിൻ്റെ മനസ്സിലുള്ളതോ പറഞ്ഞു കൊടുത്താൽ അവർ അതുപോലത്തെ എടുത്ത് തരില്ലേ? രോഹൻ ചോദിച്ചു. എവിടെ, നിൻ്റെ കയ്യിൽ വല്ല ഫോട്ടോയുണ്ടോ? രോഹൻ ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞ് അവൾ അവളുടെ ഫോൺ എടുത്തു. അതിൽ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ രോഹനെ കാണിച്ചു കൊടുത്തു. ഡ്രസ്സെല്ലാം കൊള്ളാം, പക്ഷേ ഇത് ഇവിടെയുണ്ടോ എന്ന് എനിക്കറിയില്ല. ചേച്ചി, ഇതൊന്ന് നോക്കിയേ. രോഹൻ ആ ഫോൺ ദേവയ്ക്ക് നേരെ കാണിച്ചു കൊടുത്തു. ദേവ ഫോണിലേക്ക് നോക്കി. മോളെ, ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇതുപോലത്തെ ഡ്രസ്സ് ഇവിടെയുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. മെറ്റീരിയൽസ് ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം കൂടി ചേച്ചി പറയട്ടെ. നമ്മൾ ഒരാൾ ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ അല്ലെങ്കിൽ ഒരു മോഡൽ ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ അതുപോലെ തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. കാരണം അത് നമ്മൾ വാങ്ങിയാൽ തന്നെ നമുക്ക് എത്രത്തോളം ചേരണമെന്നില്ല. പലർക്കും പല ബോഡി ഷേപ്പല്ലേ മോളെ. എനിക്ക് തോന്നുന്നു ഈ മോഡൽ മോൾക്ക് നന്നാവില്ല എന്ന്. കാരണം മോള് കുറച്ചുകൂടി വണ്ണമുള്ളതല്ലേ. ഈ മോഡൽ തീരെ മെലിഞ്ഞ കുട്ടിയാണ്. ദേവ അത് പറഞ്ഞപ്പോൾ സാക്ഷിക്ക് സങ്കടം വന്നു. മോള് സങ്കടപ്പെടല്ലേ, ചേച്ചി ഒരു മോഡൽ കാണിച്ചു തരട്ടെ. മോൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ദേവ അത് പറഞ്ഞപ്പോൾ സാക്ഷിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. മോളുടെ ബാഗിൽ ബുക്കുണ്ടോ? ദേവ ചോദിച്ചു. അവൾ ഉണ്ടെന്ന് പറഞ്ഞു. അവളുടെ ബാഗിൽ നിന്നും ഒരു ബുക്കും ഒരു പേനയും എടുത്തു കൊടുത്തു. സാക്ഷി, ഈ ബാഗിലെ ബുക്കോ? ഇതെങ്ങനെ സംഭവിച്ചോ? അത്ഭുതമാണല്ലോ, രോഹൻ ചോദിച്ചു. സാധാരണ ഈ ബാഗ് മുഴുവനും ചോക്ലേറ്റാണ് ഉണ്ടാവാറ്. ഇതെങ്ങനെ സംഭവിച്ചു? അവൻ ആലോചിക്കുന്നത് പോലെ ഇരുന്നു. സാക്ഷി അവളുടെ കൈമുട്ടുകൊണ്ട് അവൻ്റെ വയറിലിടിച്ചു. ഇടിക്കുരുപ്പേ, എൻ്റെ പൊതിച്ചോറ്, വയറിൽ കൈവച്ചുകൊണ്ട് രോഹൻ പറഞ്ഞു. നല്ല ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറഞ്ഞിരിക്കുക. അപ്പോഴാ അവളതിടിച്ച് പുറത്തേക്ക് കളയാൻ നോക്കുന്നത്. രോഹൻ പറയുന്നത് കേട്ട് ദേവയും സൂരജും രോഹിത്തും ചിരിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദേവ ആ ബുക്കിൽ മനോഹരമായ ഒരു ഡ്രസ്സിൻ്റെ ഡിസൈൻ വരയ്ക്കുകയായിരുന്നു. 5 മിനിറ്റിനുള്ളിൽ തന്നെ ദേവ ആ ബുക്കിൽ നല്ലൊരു ഡിസൈൻ വരച്ചു. അത് സാക്ഷിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അടിപൊളി ചേച്ചി, ഇതെങ്ങനെ? ഇങ്ങനൊരു ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ല. നന്നായിട്ടുണ്ടല്ലേ രോഹൻ? സാക്ഷി പറയുന്നത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് നന്നായി അത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. രോഹനും അത് നോക്കി. ശരിയാ ചേച്ചി, നന്നായിട്ടുണ്ട്. ഇത് നേരത്തെ ഇവൾ കാണിച്ചതിലും ഭംഗിയുണ്ട്, അവനും പറഞ്ഞു. ഏട്ടാ, ഇതൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് സാക്ഷി ആ ബുക്ക് വാങ്ങി സൂരജിന് കൊടുത്തു. സൂരജും അത് നോക്കി. അവനും അത് നന്നായി ഇഷ്ടപ്പെട്ടു. അവൻ്റെ അടുത്ത് നിന്ന് ബുക്കിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന രോഹിത് ദേവയെ നോക്കി. താൻ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ശരിക്കും പ്രൊഫഷണൽസ് ചെയ്യുന്നത് പോലെ നന്നായി തന്നെ വരച്ചിട്ടുണ്ട്. ഈ മോഡല് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, രോഹിത് പറഞ്ഞു. ദേവ ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ.
ഞാൻ തൻ്റെ CV കണ്ടിട്ടില്ല. താൻ ഏതുവരെ പഠിച്ചു? രോഹിത് ചോദിച്ചു. പെട്ടെന്ന് ദേവയുടെ മുഖം മാറി. അത് സൂരജ് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു. പറയ് ദേവയാനി, താൻ ഏതുവരെ പഠിച്ചു? രോഹിത് വീണ്ടും ചോദിച്ചപ്പോൾ അവൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് PG ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ്. അവൾ പറഞ്ഞത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കിക്കൊണ്ട് അവളെ നോക്കി. ഇത്രയും പഠിച്ചിട്ട് എന്താ ചേച്ചി ഇങ്ങനൊരു ജോലിക്ക് കയറിയത്? അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റിയില്ല, അവൾ പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ എല്ലാ ഡ്രസ്സുകളും ചേച്ചി തന്നെ ഡിസൈൻ ചെയ്യുന്നു, സാക്ഷി പറഞ്ഞുകൊണ്ട് ദേവയെ ചേർത്ത് പിടിച്ചു. എന്താ ചേച്ചി സമ്മതിച്ചോ? അവൾ തലയാട്ടി കാണിച്ചു. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മെറ്റീരിയൽസ് എടുക്കാം. ഇവൾക്ക് ചേരുന്ന കളർ ചേച്ചി തന്നെ നോക്കി സെലക്ട് ചെയ്തോളൂ. പിന്നെ ഏത് തരം വസ്ത്രങ്ങളാണ് അവൾക്ക് ചേരുന്നത് എന്ന് വെച്ചാൽ ചേച്ചി തന്നെ ഡിസൈൻ ചെയ്താൽ മതി. അപ്പോൾ അതിന് യോജിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസും നമുക്ക് എടുത്താൽ മതിയല്ലോ. രോഹൻ പറഞ്ഞപ്പോൾ ദേവ അവളെയും കൊണ്ട് മെറ്റീരിയൽ സെക്ഷനിലേക്കാണ് പോയത്. 1 മണിക്കൂറത്തെ നിൽപ്പിന് ശേഷം ദേവയും സാക്ഷിയും രോഹനും മെറ്റീരിയൽസ് എല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചേച്ചി, ഈ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ചേച്ചി തന്നെ കയ്യിൽ വെച്ചോളൂ. അടുത്ത ദിവസം ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാൻ വരാം. എന്നിട്ട് ചേച്ചി തന്നെ അളവെടുത്തോ, ഡിസൈൻ ചെയ്ത് തന്നാൽ മതി. എന്നിട്ട് അതിനും ദേവ സമ്മതിച്ചു. ഇനി ഞാൻ പൊക്കോട്ടെ, എൻ്റെ ജോലി തീർന്നു എന്ന് തോന്നുന്നു, ദേവ സാക്ഷിയോട് ചോദിച്ചു. ഇനി എത്രയും പെട്ടെന്ന് എൻ്റെ ഡ്രസ്സെല്ലാം എനിക്ക് ചേച്ചിയുടെ ഡിസൈനിൽ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. അതിനെന്താ, വേഗം തന്നെ തരാട്ടോ. ഞാനിത് ബില്ലടിച്ചു കഴിഞ്ഞ ചേച്ചിയുടെ കയ്യിൽ തരാം, സാക്ഷി പറഞ്ഞു. അതിന് ദേവ ഒന്ന് തലയാട്ടി. എല്ലാവരെയും ഒന്ന് നോക്കി അവിടെ നിന്നും നടന്നുപോയി. അവൾ പോകുന്നത് സൂരജ് നോക്കി നിന്നു. അവളുടെ ഓരോ നീക്കങ്ങളും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാക്ഷിയുമായി അവൾ നല്ലൊരു കൂട്ടായി എന്ന് അവന് മനസ്സിലായി. സാക്ഷി മാത്രമല്ല, രോഹനും. ഹായ് കൂട്ടുകാരെ, ഞാനാണ് കാർത്തിക. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ സ്റ്റോറിയിൽ സണ്ണി കയറി വരുന്നുണ്ടെന്ന് പലരും പറഞ്ഞു. എന്തു ചെയ്യാനാ, കുറേ ദിവസമായില്ലേ. 66 ദിവസമായിട്ട് സണ്ണി എൻ്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വായിൽ ആ പേര് എപ്പോഴും വരുന്നത്. ഇന്നത്തെ കൊണ്ട് ആ സ്റ്റോറി തീരുകയാണ്. നാളെ മുതൽ പുതിയ സ്റ്റോറിയുമായിട്ട് ഞാൻ വരികയാണ്. എല്ലാവരും കാണുക, കേൾക്കുക. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസും കണ്ടിട്ടാണ് ഞാൻ വീണ്ടും എഴുതാനുള്ളൊരു പ്രചോദനം. അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് നിർത്തിയേനെ. കാരണം നല്ല തലവേദനയുണ്ട്, കണ്ണും വേദനിക്കുന്നുണ്ട്. എല്ലാം ഒറ്റയ്ക്ക് തന്നെയല്ലേ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കമൻസ് എല്ലാം കാണുമ്പോൾ നിർത്താനും തോന്നുന്നില്ല. അതുകൊണ്ടാണ് പുതിയ കഥയുമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇനിയും എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ലൈക്ക് മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് കേൾക്കുന്ന സ്റ്റോറിയിൽ നിസ്സാര ലൈക്കേ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യാൻ പാടില്ലേ നിങ്ങൾക്ക്? ലൈക്ക് ചെയ്യൽ മാത്രമല്ല കേട്ടോ, അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടി ഒന്ന് പറയണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്ന ഒരുപാട് പേരില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ പ്ലീസ്. താങ്ക് യു. ലവ് യു ഓൾ. ടാറ്റാ.